ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ചക്ക വറുത്താലോ? ഇവിടെ ഒന്നും ചക്കയില്ലാഞ്ഞിട്ട് കണ്ണൂർ പോയാണ് കേട്ടോ ചക്ക ഇട്ടത്. ഞാനല്ല, സിബിയങ്ങളാണ് കേട്ടോ ചക്ക ഇട്ടത്. നേരെ കൊണ്ടുവന്നു കോടാലിക്കൊരു ഒറ്റ ഇട്ട് ചക്ക 2 പീസായി. പിന്നെ ഒന്നും നോക്കിയില്ല, കണ്ണു അടച്ച് അറഞ്ചും പുറഞ്ചും അങ്ങ് വെട്ടിയപ്പോഴത്തേക്കും ചക്ക തുണ്ടം തുണ്ടായി കേട്ടോ. എൻ്റെ ഡ്യൂട്ടി ചക്കച്ചുള മാറ്റുക എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞു. പിന്നെ നേരെ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കച്ചുളയുടെ അകത്തിരിക്കുന്ന ചക്കക്കുരുവിനെ പുറത്താക്കണം. അതിന് ഈ കുരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഞങ്ങൾ എല്ലാവരും കൂടി ചുറ്റിനും ഇരുന്ന് ചക്കച്ചുള നല്ല ക്ലീൻ ചെയ്തു. പിന്നെ അത് അരിഞ്ഞ് പീസ് ആക്കി ഇട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇനി നേരെ അടുത്തത് വറക്കാനുള്ളതായിരുന്നു. അപ്പോൾ നേരെ ഗ്യാസ് സ്റ്റൗവിൽ പാത്രം വെച്ചു. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നല്ല ചൂടായി. എന്നിട്ട് ഈ ഫ്രഷ് ആയിട്ടുള്ള ചക്ക അതിലോട്ട് ഇടുമ്പോൾ ഒരു സ്മെല്ലുണ്ട്. എൻ്റെ പൊന്നോ, ഒന്നും പറയണ്ട, ഒരു രക്ഷയില്ലാത്ത സ്മെല്ലായിരുന്നു കേട്ടോ. പിന്നെ ചക്ക ഫ്രൈ ചെയ്ത് വരാനുള്ള കാത്തിരിപ്പിലായിരുന്നു. സിബിയങ്ങളാണ് വറുത്തോണ്ടിരുന്നത്. വെയിറ്റ് ചെയ്ത് ചക്ക നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി ചക്ക എടുത്തു കേട്ടോ. എടുത്തത് മാത്രം തന്നെ ഓർമ്മയുണ്ട് ഗൈസ്. പിന്നെ ഈ ചക്ക ഏത് വഴിക്ക് പോയെന്നറിയത്തില്ല. ഫുള്ള് കൈയിട്ട് വാരലായിരുന്നു, ബഹളവും ഇടിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ആ ഡ്യൂട്ടി ഞാൻ നേരെ ഏറ്റെടുത്തു. പിന്നെ ഞാനായി ചക്ക വറുക്കൽ. ഈ പിള്ളേരുമായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു വൈബായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. ലാസ്റ്റ് ഇട്ട ചക്ക വറുത്തത് കുറച്ച് കരിഞ്ഞു പോയി കേട്ടോ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.